Hello everyone, yes, we are moving to question number 20. An ideal gas goes from an initial state to final state. During the process, the pressure of gas is increases linearly with the temperature. Pressure is directly proportional to T. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ P is directly proportional to T, where can be written as P is equal to K into T. So pressure directly proportional to T ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും വോളിയം ഈസ് കോൺസ്റ്റന്റ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് ദ പ്രോസസ് ഈസ് 0. ഡെൽറ്റ ക്യൂ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. വേർ ഡെൽറ്റ ഡബ്ല്യു എന്തായിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പി ഡെൽറ്റ വി അല്ലേ. വർക്ക് ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലേ. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് ദ പ്രോസസ് ഈസ് 0. ശരിയാണ്. ഹീറ്റ് ആഡഡ് ടു ദ ഗ്യാസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജിക്ക് മാത്രമല്ല കൊടുക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയില്ല ഉപയോഗിക്കുക? സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്. തെറ്റല്ലേ? വോളിയം ഈസ് കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഇൻറ്റേർണൽ എനർജി കൂടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ദ പ്രോസസ് ഈസ് ഐസോകോറിക്. വോളിയം കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സിന് വിളിക്കുന്നവരാണ് ഐസോകോറിക് പ്രോസസ്. സോ എ ശരിയാണോ? ഡി ശരിയാണ്? ഇ ശരിയാണ്? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ചാപ്റ്റർ മറക്കരുത്, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രോസസ്സുകളുടെ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഐസോകോറിക്, ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക് എന്നുള്ള ഏരിയ ഒന്നും കൂടി ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക.